കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ ദീപ്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നുണ്ടെങ്കിൽ സോഡിയം കുറയുകയും അതിനെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കുറച്ച് ക്രിട്ടിക്കലാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതിനൊക്കെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവരുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അമ്മയെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നുണ്ട്, അവിടെ ചെന്ന് അമ്മയെ കൊണ്ടാണ് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കണക്ക് അസുഖമൊക്കെ എന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാർ പറയുന്നുണ്ടായിരുന്നത്. അതേ സമയത്തുണ്ടെങ്കിൽ ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദീപ്തിയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് പെട്ടുപോയെന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ട് ഈ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി എന്നുള്ള രീതിയിലുണ്ട് ഈ ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാനുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ പ്രായമാകുന്ന എല്ലാവർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലത്തുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. എല്ലാ കുടുംബത്തിലും ഉണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതല്ലാതെ താൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടോ ഒന്നും കാര്യങ്ങളൊന്നും അല്ലെന്നുള്ള രീതിയിലായിരുന്നു ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭർത്താവിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നോട് ഇഷ്ടം കൊണ്ടാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരും വീട്ടിൽ നിൽക്കുമ്പോഴും എല്ലാം ഭർത്താവ് ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറയേണ്ടെന്നുള്ള രീതിയിലായിരുന്നു ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.